ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്ക് ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ 50,300 താഴെ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ പുട്ട് സൈഡിലേക്ക്. അതേപോലെ 51,000 റൗണ്ട് ലെവലിന്റെ മുകളിൽ 51,050 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കോൾ സൈഡിലേക്കുള്ള പുതിയ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിലുള്ള ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ഡൗൺ സൈഡ് വന്നാൽ പോലും മാർക്കറ്റ് 50,300 ഓപ്പൺ ചെയ്താൽ പോലും നമ്മൾ കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളാണ് പ്ലാൻ ചെയ്യുന്നത്. 50,300 താഴെ ഓപ്പണിംഗ് വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഇന്നൊരു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്നിട്ട്. എക്സാക്ട്ലി ട്രേഡ് എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ 50,600 625 എന്നുള്ള ലെവലായിരുന്നു. ചെറിയ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം 50,700 മുതൽ 50,400 300 പോയിന്റ് ഡൗൺ സൈഡ്, അത് കഴിഞ്ഞിട്ട് അതേപോലെ ഒരു ഷാർപ്പ് റിക്കവറി, ശേഷം വീണ്ടും ഇത് ഒരു ഡൗൺ സൈഡ് വന്നതിന് ശേഷം 3 മണിക്കാണ് സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ സൈഡ് വൈസ് അല്ലാത്തൊരു മൂവ്മെന്റ് കറക്റ്റ് തന്നത്, ഒരു ട്രെൻഡിങ് മാർക്കറ്റ് തന്നത് എന്ന് പറയാം. 3 മണി മുതൽ 3:30 വരെയുള്ള സമയത്തിലാണ് നമുക്ക് ട്രെൻഡിങ് മാർക്കറ്റ് 2:45 മുതൽ 3:30 വരെ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രേഡ് ചെയ്തു എസ്എൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നാളേക്കുള്ള നമ്മുടെ പ്ലാൻ തന്നെയാണ് 51,171 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ എന്തുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ്വേസ് ക്യാൻഡിലാണ് നമുക്ക് കാണിച്ചു തന്നുള്ളത്. ആണെങ്കിൽ പോലും 51,171 അവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ക്ലോസിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡുകൾ നോക്കിയാൽ മതി. 50,300 താഴെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് അവിടെ കൺസോൾട്ടേഷന് ശേഷം താഴെ വരികയാണെങ്കിൽ മാത്രം എന്തായി നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹോൾസെയിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ്. നിഫ്റ്റി 50-ലാണെങ്കിൽ കുറച്ചും കൂടി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. എന്താണ്, അടിയിൽ ട്രെൻഡ് ലൈൻ തന്നിട്ട് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ എന്നുള്ള ഫോർമേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, 24,758 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 24,855 24,956 എന്നുള്ള നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ നാളെ ഇപ്പം ഡൗൺ സൈഡ് ഓപ്പൺ ചെയ്താൽ പോലും നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നില്ല. 24,650 താഴെ വന്നാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 24,600 24,550 അല്ലെങ്കിൽ 500 എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഡൗൺ സൈഡിലേക്ക് ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കുന്നതാവും നല്ലത്. നാളെ നിഫ്റ്റി 50-യുടെ എക്സ്പയറി ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം ട്രേഡുകൾ പിന്നെ കോൾ സൈഡിലേക്ക് ഉണ്ടെങ്കിൽ എടുക്കുക എന്നതാണ്. ഇന്ത്യ പോവുക. ഇന്നും നമുക്ക് ഇന്ത്യ വിക്സ് പതുക്കെ കോൾ ഓഫ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് പിന്നെ പാനിക് സിറ്റുവേഷൻ മാറി എന്നുള്ളതിന് ഒരു അടയാളം കൂടെയാണ് ഇന്ത്യ വിക്സിന്റെ ഈ കോൾ ഓഫ് എന്ന് പറയുന്നത്. പിന്നെ നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഏകദേശം ഒരേ ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. താരതമ്യേന മിഡ് ക്യാപ്പ് ആണ് ഇന്ന് ഓരോ നല്ലൊരു മൂവ്മെന്റ് തന്നുള്ളത്. ഒരു 0.5% സ്ലോ എൻട്രി ആണെങ്കിൽ പോലും ഒരു സ്ലോ പിന്നെ 0.5% ഒരു റാലി തന്നത് ശരിക്കും മിഡ് ക്യാപ്പ് ആണ്. അതേപോലെ സെൻസെക്സ് ആണ്. മിഡ് ക്യാപ്പ് 12,950 മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ 13,000 അടുത്ത് 12,985 വരേക്കുള്ള ഒരു ട്രെൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രേഡ് കിട്ടുന്നുണ്ടായിരിക്കും. 13,000 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ റിവേഴ്സൽ ട്രേഡ് ആണ് പ്ലാൻ ചെയ്തത്. 13,000 പുട്ട് ഓപ്ഷൻ ആണ് മേടിക്കാനുള്ള ഒരു പ്ലാന്. റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്തുണ്ടാവുക, മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു ട്രെൻഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ശരിക്കും മാർക്കറ്റ് പോകുന്നത് എന്ന് തന്നെ പറയാൻ പറ്റും അല്ലെ. അതേപോലെ സെൻസെക്സ് ആണെങ്കിലും 81,000 അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 81,000 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് ചെയ്താൽ പോരാ, 5, 10, 15 മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ സെൻസെക്സ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. NMDC, രാധിക തുടങ്ങിയ 2 സ്റ്റോക്കുകളും മാത്രമാണ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു സമയത്ത് എല്ലാം പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ആ പോസിറ്റീവായി നിന്നിരുന്ന സമയത്ത് 98 അല്ലെങ്കിൽ 99 മുകളിലൊക്കെ രാധിക ചോട്ടൊക്കെ നിന്നുണ്ടായിരുന്നു. NMDC അത്യാവശ്യം പോസിറ്റീവായിട്ട് നിന്നുണ്ടായിരുന്നു. ഇതേപോലെ നമ്മുടെ ടാർഗറ്റിന് അടുത്തേക്ക് ബാക്കി സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഒരു ബുൾ മാർക്കറ്റ് ആയതുകൊണ്ട് സ്വിംഗ് ട്രേഡുകളും അതേപോലെ പൊസിഷൻ ട്രേഡുകളും നല്ലൊരു പ്രോഫിറ്റ് തരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട്, ഫണ്ടൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോ ഇതുപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.